ഒരു പ്രോഡക്റ്റ് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നമുക്ക് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചും എങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ബിസിനസ്. മൈ നെയിം ഇസ് മുഹമ്മദ് ഷഫീർ. GST അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കമ്പനി രജിസ്ട്രേഷൻ, കമ്പനി ഫയലിംഗ്, ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ വളരെ ന്യായമായ റേറ്റിൽ നമ്മുടെ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നേരെ താഴെ കാണുന്ന ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുടെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സംരംഭം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സംരംഭം നടത്തുന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ MSME അപ്ലിഫ്റ്റിംഗ് ഇനിഷ്യേറ്റീവ് വഴി സൗജന്യമായിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ MSME സെക്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക്, നിങ്ങളത് ചെറുകിട സംരംഭം ആയിക്കോട്ടെ, വൻകിട സംരംഭം ആയിക്കോട്ടെ, ഈ ഇടയിലുള്ള ഇടത്തരം ബിസിനസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ, ഏത് തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിന് വേണ്ട അഡ്വർടൈസ്മെന്റ് നമ്മുടെ ചാനൽ വഴി ചെയ്യാവുന്നതാണ്. അത് തികച്ചും സൗജന്യമായിട്ട് കേട്ടോ. അപ്പോൾ നേരെ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്ന് കമന്റ് ചെയ്യുക. അതിൽ ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചരക്കുകളോ സേവനങ്ങളും കയറ്റി അയക്കുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഇറക്കുമതി ചെയ്യുമ്പോഴാണ് ഇമ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇനി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? നമുക്ക് കമ്പനി വേണോ, അതുപോലെ തന്നെ ഓഫീസ് വേണോ, ഗോഡൌൺ വേണോ, വേറെ എന്തെല്ലാം ലൈസൻസുകൾ വേണം, ഒപ്പം തന്നെ വാഹനങ്ങൾ വേണം? ഇതെങ്ങനെയാണ് നടക്കുന്നത്? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു സാധനം വേറെ രാജ്യത്ത് എത്തുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് കയറ്റുമതി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമല്ലോ, അല്ലെങ്കിൽ ഒരു സർവീസ് വേണം. അപ്പോൾ നമ്മൾ കൂടുതലും പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫോസിസ് ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഓഫീസ് വെച്ച് വിദേശ രാജ്യത്തുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഈ സർവീസ് ബൈ ചെയ്യുന്നത് വേറൊരു രാജ്യത്തിരിക്കുന്ന ആളാണ്. അപ്പൊ അതും ഒരു എക്സ്പോർട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സർവീസ് എന്താണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള IT റിലേറ്റഡ് സർവീസുകളും ബാക്കിയുള്ളതൊക്കെ എക്സ്പോർട്ട് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നേ, നമ്മൾ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് വേറെ രാജ്യത്തേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ഫ്ലോ, അല്ലെങ്കിൽ അതിന്റെ ഒരു റൂട്ട് നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഒരു എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ആയിക്കോട്ടെ ഇമ്പോർട്ട് ആയിക്കോട്ടെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണോ അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മാർക്കറ്റിൽ എന്താണോ നീഡ്, മാർക്കറ്റിൽ എന്ത് സാധനമാണോ വിറ്റാ പോവുക, ആ സാധനമായിരിക്കണം നമ്മളെപ്പോഴും എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനോ ആയിട്ട് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് എത്രത്തോളം വോള്യൂം പോകും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. എക്സ്പോർട്ട് ബിസിനസിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് വരുന്നുണ്ട്. ലൈക്ക് അപ്പോൾ ട്രാൻസ്പോർട്ടായിട്ടും കമ്മീഷനുകളായിട്ടും സർവീസ് ചാർജുകളായിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഫീസുകളായിട്ടും ഒക്കെ ഒരുപാട് എമൗണ്ടുകൾ നമുക്ക് ഇതിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസും നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ വിൽക്കുന്ന സമയത്ത് നമുക്കത് വയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഫീസിബിൾ ആയിരിക്കണം, നമുക്ക് വിൽക്കാൻ കഴിയണമല്ലോ. അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതെല്ലാം വരുന്ന വീഡിയോകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് നോക്കും. ഇതിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എക്സ്പോർട്ട് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു സാധനം ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് വേറൊരു രാജ്യത്തേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ ബേസിക് ആണ് കേട്ടോ. അപ്പോൾ എക്സ്പോർട്ട് എങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്തു, അതിനുശേഷം നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി. മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്, എന്ത് വിലയ്ക്ക് വിൽക്കാൻ കഴിയും, എന്ത് വിലയ്ക്ക് നമുക്ക് കിട്ടും, എന്തൊക്കെയാണ് എക്സ്പെൻസ്, എത്രത്തോളം വോള്യൂം പോവും, പൈസ എങ്ങനെയാണ് കിട്ടുന്നത്, LC ആണോ, ക്യാഷ് ആണോ, അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും മോഡലുള്ള പേയ്മെന്റുകളാണോ വരുന്നത്, അതുപോലെ തന്നെ കസ്റ്റമർ എങ്ങനെയാണ് വോള്യൂം എടുക്കുന്നത്, ഫുൾ കണ്ടെയ്നർ എടുക്കുമോ, ഹാഫ് കണ്ടെയ്നർ ആണോ, അല്ലെങ്കിൽ ബാക്ക് ലോഡ് ആയിട്ടാണോ, അതുപോലെ തന്നെ ബൈ സീ ഷിപ്പ് ചെയ്യണോ, ബൈ എയർ ഷിപ്പ് ചെയ്യണോ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടത്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ എനിമീസ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുക.
എന്നിട്ട് അവരുടെ വീക്ക്നെസ് എന്താണ്, എവിടെയാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് ചെയ്യേണ്ട, വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും നമ്മൾ വരുന്ന വീഡിയോകളിൽ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്തു, മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം കസ്റ്റമറുമായിട്ട് നെഗോഷിയേഷൻ നടക്കുന്ന പാർട്ടാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് പഠിച്ച ഒരു കസ്റ്റമറെ കിട്ടി. എക്സ്പോർട്ട് ബിസിനസ്സിലെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, രണ്ടാമത്തത് കച്ചവടം നടക്കുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റൊക്കെ പഠിച്ച് എല്ലാം സെറ്റാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് കച്ചവടം നടക്കുകയും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു കസ്റ്റമറെ കിട്ടണം. അപ്പോൾ കസ്റ്റമറെ കണ്ടുപിടിക്കാനും ഇതുപോലെ ഒരുപാട് കുറുക്കുവഴികളുണ്ട്. കുറുക്കുവഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള പല പല ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട, ഓരോന്നും ഓരോ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് തന്നെ വളരെ ഡീപ്പായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് വിദേശ രാജ്യത്തേക്കാണ് വെക്കേണ്ടത്. അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ആരാണ് വാങ്ങിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി, അതിലൊരാളെ നമ്മൾ കണ്ടുപിടിച്ച് അവരുമായിട്ട് സംസാരിക്കുകയാണ്. ഇതാണ് ഈ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന പോയിന്റ്. അപ്പോൾ കസ്റ്റമറെ കണ്ടുപിടിച്ചു, അയാളുമായിട്ട് ടേംസ് സംസാരിച്ചു. ആ ടേംസ് സംസാരിക്കുന്ന സമയത്ത് എത്രയാണ് അവർക്ക് വേണ്ട വോള്യം, ഏത് സമയത്താണ് കിട്ടേണ്ടത്, പേയ്മെന്റിന്റെ ടേംസ് എന്താണ്, ക്രെഡിറ്റ് ആണോ, റെഡി ക്യാഷ് ആണോ, അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ആണോ, എക്സ് വർക്ക്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതിനെ രേഖാമൂലം എഴുതി വാങ്ങണം. അതുപോലെ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ രേഖകൾ എന്തൊക്കെ വേണം, അവർക്ക് എന്തൊക്കെ ഡോക്യുമെന്റുകൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളത് ആദ്യം തന്നെ ഫസ്റ്റ് സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ തീർപ്പാക്കുക എന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ തീർപ്പാക്കിയതിന് ശേഷം, അതായത് സംസാരിച്ച് തീർപ്പാക്കിയതിനു ശേഷം രേഖാമൂലമാക്കണം. കാരണം പിന്നീട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവർ പറയാൻ പാടില്ല, നമ്മളും പറയാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മളൊരു MOU സൈൻ ചെയ്തതിന് ശേഷമാണ് റിയൽ എക്സ്പോർട്ടിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈനായി, എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് തീരുമാനമായി, ആരാ വാങ്ങുന്നത് എന്നുള്ളത് തീരുമാനമായി, അതിന്റെ വാങ്ങുന്ന സമയത്തെ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് തീരുമാനമായി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ്. അതായത് ഇനിയാണ് പ്രോഡക്റ്റിൽ നമ്മൾ കൈവയ്ക്കാൻ പോകുന്നത്. പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം, എവിടുന്ന് എടുക്കണം, എന്ത് വിലയ്ക്ക് എടുക്കണം, ഏത് തരത്തിൽ പാക്കേജ് വേണം, ഇതെല്ലാം കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഞാനാണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എൻ്റെ അടുത്ത്, എൻ്റെ പാക്കേജ് ഇന്നതാണ്, ഈ ടൈപ്പിലുള്ള പാക്കേജാണ് എനിക്ക് വേണ്ടത്, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ ആദ്യം പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത്, പാക്കേജ് ഡിസൈൻ ചെയ്ത്, ആ പാക്കേജിൻ്റെ ഡിസൈൻ നിങ്ങളെ കാണിച്ച്, പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ നിങ്ങളെ കാണിച്ച്, നിങ്ങൾ ഓക്കെ എന്ന് രേഖാമൂലം പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അതിനെ ഫൈനൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾക്ക് കയറ്റി വിടാൻ വേണ്ടിയുള്ള പ്രൊഡക്ഷനിലേക്ക് പോവാണ്. ഈ സമയത്തും ചില കമ്പനികൾക്ക് ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. അത് തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ ഏജൻസികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരാളെ വന്നിട്ട് നേരിട്ട് നിന്ന് ഇൻസ്പെക്ട് ചെയ്ത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നേരമായപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പാകത്തിന് റെഡി ആയി കഴിഞ്ഞു. അത് കസ്റ്റമർ പറഞ്ഞ ടേംസിനനുസരിച്ചിട്ട്, അപ്പോൾ നിങ്ങളാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ടേംസിനനുസരിച്ചിട്ട് ഞാൻ പ്രൊഡക്റ്റ് റെഡിയാക്കി വെച്ചു. ഇനി പേയ്മെന്റ് കാര്യങ്ങളും ബാക്കിയുള്ളതും എപ്പോഴാണ് അവിടെ ഡെലിവറി കിട്ടേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന ഒരാളാണ് കസ്റ്റം ഹൗസ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റം ഹൗസ് ഏജന്റിനെ വിളിച്ചിട്ട് CHA എന്നാണ് കേട്ടോ ഇവരെ ചുരുക്കി വിളിക്കുക. അപ്പോൾ CHA വിളിച്ചിട്ട് നമ്മൾ കാര്യം പറയും, ഞങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഒരു കൺസൈൻമെന്റ് പോകാനുണ്ട്. അപ്പോൾ ഇത്ര അടിയുടെ കണ്ടെയ്നർ, 20 അടി കണ്ടെയ്നർ, 40 അടി കണ്ടെയ്നർ, അത് തന്നെ ഡ്രൈ കണ്ടെയ്നർ, ഫ്രോസൺ, അങ്ങനെ പലതരത്തിലുള്ള ഷിപ്പിംഗ് ഓപ്ഷൻസ് ബൈ സീ പോകുന്നുണ്ട്. ഓപ്പൺ കണ്ടെയ്നർ പലതരത്തിലുണ്ട് കേട്ടോ. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ കണ്ടെയ്നർ ബുക്ക് ചെയ്തു, CHA വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ, ടോട്ടൽ കാര്യങ്ങൾ മുഴുവൻ അവരാണ് ഹാൻഡിൽ ചെയ്യുക. നേരെ നമ്മൾ വിളിച്ച് പറഞ്ഞു ഇത്ര അടിയുടെ കണ്ടെയ്നർ ഇന്ന ദിവസം ഇന്ന സമയമാകുമ്പോൾ ഞങ്ങളുടെ ലോഡിംഗ് പോയിന്റിലേക്ക് എത്തണം. അപ്പോൾ ലോഡിംഗ് പോയിന്റിലേക്ക് കണ്ടെയ്നർ വരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മുടെ കൺസൈൻമെന്റ്, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡായിട്ട് പാക്ക് ചെയ്ത സാധനങ്ങൾ ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്യുക, കണ്ടെയ്നർ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് വന്നിട്ട് ഒരു കണ്ടെയ്നർ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് നമുക്ക് സ്റ്റഫിംഗ് ലൈസൻസ് വേണം. അതായത് കണ്ടെയ്നർ സ്റ്റഫിംഗ് ലൈസൻസ് വേണം. അതില്ലാതെയും ചെയ്യാം. പിന്നെ അത് നേരെ പോയിട്ട് CFSൽ ഇരുന്ന് അവിടെ നിന്നാണ് മാറിപ്പോകുന്നത്. അതായത് കൊച്ചിയിൽ കണ്ടെയ്നറിന്റെ സ്റ്റേഷൻ ഉണ്ട്, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ എന്നാണ് അതിന് പറയുക. ആ സ്ഥലത്ത് എത്തി അവിടെ പിന്നീട് ഓപ്പൺ ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റഫിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ ഈ സാധനം കയറി പോകുന്നത്. അല്ലെങ്കിലും ഇൻസ്പെക്ഷൻ ഉണ്ടാവും, കസ്റ്റംസിന്റെ ഇൻസ്പെക്ഷൻ അല്ലെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് അഡീഷണൽ ഒരു ചെറിയൊരു എക്സ്പെൻസ് നമുക്ക് കൂടുതൽ വരുന്നു മാത്രം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നേരെ
കൊച്ചിയിലെ പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഏതാണ് പോർട്ടിലേക്ക് എത്തി. ഇപ്പം നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ വിടാനാണെങ്കിൽ. പിന്നെ ഗുജറാത്തൊക്കെ പോലെയുള്ള സ്ഥലത്ത് മുംബൈ നിന്നൊക്കെ നമുക്ക് വിടാം. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ആളുകളും നമ്മുടെ സൗത്തിൽ നിന്നൊക്കെ പോകുന്നത് കൊച്ചി അതുപോലെ തന്നെ ചെന്നൈ പോർട്ടുകളൊന്നാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നേരെ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടിലേക്ക് എത്തി. അവിടെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഏജന്റാണ് ചെയ്യുന്നത്. ഏജന്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കണ്ടെയ്നറിനെ കൊണ്ടുപോയി ഈ പറഞ്ഞ യാർഡിലേക്ക് കയറ്റുന്നു. അവിടെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ടേംസിലുള്ള ഡോക്യുമെന്റ് ആണോ, അത് നമ്മൾ കുറച്ചും ഒരു ടേംസ് ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ നമ്മുടെ കസ്റ്റമറുമായിട്ട് നമ്മളൊരു ടേംസ് ഉണ്ടാക്കി. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഡോക്യുമെന്റ് വേണം. ഇപ്പോൾ ഒരു അഗ്രി കൊമ്മോഡിറ്റി ആണെങ്കിൽ അതിന് 5003 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കോഫി ആണെങ്കിൽ കോഫി ബോർഡിന്റെ ലൈസൻസ് വേണം, അവരുടെ സർട്ടിഫിക്കേഷൻ വേണം, അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലത് നമ്മൾ നേരത്തെ കൂട്ടിയെടുക്കേണ്ടതുണ്ടാവും, ചിലത് ചിലപ്പോൾ അവിടെ എത്തിയതിനു ശേഷം. ഇപ്പോൾ 5003 നമ്മുടെ കൺസൈൻമെന്റ് അവിടെ എത്തിയതിനു ശേഷമാണ് എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണോ നമ്മുടെ കസ്റ്റമർ ചോദിച്ചിട്ടുള്ളത്, ആ മുഴുവൻ സർട്ടിഫിക്കേഷൻസ് നമ്മൾ ഈ സമയത്ത് അവിടെ നിന്ന് എടുക്കണം. ഇതെല്ലാം എടുത്ത് അതിനുശേഷം ബിഎല്ലും ബാക്കി കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അതിൽ തന്നെ ബിഎൽ സറണ്ടർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, അയച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്റേഷൻ പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. ഇതോട് കൂടിയിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഇതിന്റെ പേയ്മെന്റുകൾ കൊടുക്കുക, പേയ്മെന്റ് റിസീവ് ചെയ്യുക. അതായത് കസ്റ്റമർ ഇപ്പോൾ LC മോഡലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ടേംസ് ഒക്കെ സംസാരിച്ച ഉടനെ തന്നെ അവർ നമുക്ക് LC ഓപ്പൺ ചെയ്തു തരും. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ് ഈ LC എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ബാങ്ക് ഇവിടുത്തെ ബാങ്കിന് ഗ്യാരണ്ടി കൊടുക്കുന്നു, ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പേയ്മെന്റ് തരാം എന്നുള്ളത്. നമുക്ക് അറിയാത്ത ഒരാളാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അയാൾ പൈസ തരുമില്ലെന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ കസ്റ്റമർക്ക് തിരിച്ചും ഉണ്ടാവും. നമ്മളെ അവർക്ക് അറിയില്ല, നമുക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം അവർ ഉദ്ദേശിച്ചതിനെ ആണോ അല്ലേ എന്നുള്ളത് ഉറപ്പില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ബാങ്കുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ UAE-യിലേക്കാണ് നമ്മൾ സാധനം കയറ്റി അയക്കുന്നത്, അവിടെയുള്ള ബാങ്കും ഇന്ത്യയിലുള്ള നമ്മുടെ ബാങ്കും തമ്മിലാണ് ഈ കച്ചവടം നടക്കുക. അതായത് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ബാക്കിയുള്ളത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ബാങ്കുമാണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് LC എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് വളരെ വിശദമായിട്ട് വരുന്ന വീഡിയോസിൽ നോക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഷിപ്പിങ്ങിന്റെ പാർട്ട് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോയി. പിന്നീട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസിന്റെ ഇൻസ്പെക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷിപ്പിലേക്ക് ഈ കണ്ടെയ്നറിനെ ലോഡ് ചെയ്യുന്നു. അതിനുശേഷം കപ്പൽ യാത്ര തിരിക്കുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ് നേരെ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച 1 മാസം ഒക്കെ സമയമെടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങോട്ടാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് ആ രാജ്യത്തേക്ക് എത്തുന്നു. ആ രാജ്യത്ത് എത്തിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് എത്തിയതിനു ശേഷം അവിടെ ഇൻസ്പെക്ഷനുകളുണ്ട്, ഒരുപാട് ഇൻസ്പെക്ഷൻ ഉണ്ടാവാം. അത് രാജ്യത്തിനനുസരിച്ച് നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ചില രാജ്യങ്ങളിൽ ഈ സമയത്ത് ഇപ്പം നമ്മൾ അയച്ച പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം നഷ്ടമാണ്, ഒരുപാട് എമൗണ്ടിന്റെ നഷ്ടം. ചില സമയത്ത് നമ്മുടെ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിലെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ ക്ലിയറൻസ് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോയ പ്രോഡക്റ്റ് ക്ലിയറൻസ് കിട്ടി പുറത്തു പോകുക എന്നുള്ളത്.